ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് തന്നെ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തോരൻ, ഒരു വെറൈറ്റി തോരൻ. നമ്മൾ മലയാളികൾ അങ്ങനെ അധികം അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെ ഞാനിപ്പം പിച്ചിക്കൊണ്ട് വന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അയലത്തുള്ളവരൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പ്രാന്താണോ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, ഇത് കഴിക്കുക, ആരെങ്കിലും കഴിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളിയാക്കി കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഇത് കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചൈനക്കാരൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഭയങ്കരമായിട്ട് ചൈനക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യം. അതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഇത് തോരൻ വെച്ചും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഒഴിച്ചെറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇല ഏതാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവാം, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷേ ഇത് പലർക്കും അറിയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പറിക്കുകയാണെന്ന് പറഞ്ഞപ്പം എന്നെ ഒരുപാട് ഒരു കളിയാക്കി കേട്ടോ, കുറ്റം പറഞ്ഞു. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ വീട്ടിൽ മെയിൻ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് കപ്പയ്ക്ക മരം എന്ന് പറയുന്നത്. ഞങ്ങൾ കപ്പയ്ക്കയുടെ ഇലയാണെങ്കിലും കപ്പയ്ക്കയാണെങ്കിലും അത് പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും എല്ലാം ഞങ്ങളിവിടെ ഉപയോഗിക്കാൻ എടുക്കാറുണ്ട്. ഡോറയുടെ അസുഖത്തിനൊക്കെ നല്ല ബെസ്റ്റ് മരുന്നാണെന്ന് വേണമെങ്കിൽ ഇത് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഈ യൂറിക് ആസിഡ് കുറവുള്ളവർക്ക്, യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക്, പിന്നെ നമ്മുടെ ബ്ലഡിൽ കൗണ്ട് കുറവുള്ളവർക്ക്, അതുപോലെ തന്നെ ഈ ഫുഡിൽ നാരിൻ്റെ അംശം കുറവുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കാണെങ്കിൽ വെള്ളത്തിലിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പം ഇതിൻ്റെ ആ ഒരു ചൊനയും ആ ഒരു കറയുടെ ഇതൊക്കെ പോവും. ഇതിന് ചെറിയൊരു കയ്പുണ്ട് ഈ ഇലയ്ക്ക്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഈ തണ്ടുകൾ കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാതെ, എൻ്റെ കൈക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാതെ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്, പറഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ നാരുകളുണ്ട്, അതായത് കനം കുറഞ്ഞ തണ്ടുകൾ കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലത്തെ തണ്ടുകൾ, ഈ കനം കൂടിയ തണ്ടുകളൊക്കെ നമ്മളെടുത്ത് കളയണം വെള്ളത്തിയിട്ട് തിളപ്പിച്ചതിന് ശേഷം. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ കപ്പയുടെ ഇലയാണെങ്കിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അതിൻ്റെ കൈക്ക് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടേ വേവിച്ചതാണ്ട് എടുത്ത് വെച്ചേപ്പുണ്ട്. കപ്പ ഇല കൈ വയ്യാത്തതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ കറക്റ്റ് പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ഇത് കപ്പയില നമ്മൾ വേവിച്ച് എടുത്ത് വെച്ചേക്കാണ്. അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞു. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നു. തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചേക്കുന്നു. സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളാണെങ്കിൽ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ പാൻ അടുപ്പേ വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പയ്ക്കയുടെ സാമ്പാറാണ്. പ്രിൻസ് വന്ന് ബാക്കിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വയ്ക്കുന്ന കപ്പയ്ക്ക കൊണ്ടുള്ള സാമ്പാറും ഇവിടെ നമ്മൾ വയ്ക്കുന്ന കപ്പയിലയുടെ തോരനുമാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം ഇതിനകത്ത് പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഒരു മുട്ടയും കൂടി നമുക്ക് വേണം. അത് മുട്ട ഓപ്ഷനാണ് കേട്ടോ. ഇടുന്നവർക്ക് ഇടാൻ താല്പര്യമില്ലാത്തവർ ഇടണ്ട, അത് ഓപ്ഷനാണ്. മുട്ട ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് മുട്ട ഇടാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ട കപ്പയില വേവിച്ച് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും പച്ചമുളകും പറഞ്ഞ കണക്ക് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എപ്പോൾ കറി വെച്ചാലും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. സവാളയും പച്ചമുളകും ആദ്യം വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ചിലരാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ടായിരിക്കും ചിലരാണെങ്കിൽ ഈ സവാളയും പച്ചമുളകും ഒക്കെ ഇടുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യമേ സവാളയും പച്ചമുളകും ഒന്ന് ഇതാക്കും, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. എന്നിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ഇടത്തെ കൈ കൊണ്ട് നമുക്ക് ചെയ്ത് അങ്ങനെ വശമില്ലല്ലോ, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ 2 ദിവസം കൊണ്ട് അത്യാവശ്യം ശീലമായി കേട്ടോ. 2 ദിവസം കൊണ്ട് അത്യാവശ്യം എനിക്ക് എക്സ്പീരിയൻസ് ആയി ഇടത്തെ കൈ കൊണ്ട് ചെയ്തത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. നമ്മൾ കപ്പയ്ക്ക സാമ്പാർ വയ്ക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അന്നേരം അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഇതറിയാമല്ലോ. ഇതും നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് പേര് കഴിക്കുന്ന ഒരു ഡിഷല്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഇത് കഴിക്കാറുള്ളൂ. അപ്പം ഇത് വളരെ കുറച്ച് പേര് മാത്രം കഴിക്കുന്ന. ഫ്രണ്ട്സ് വന്ന് സൈഡിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനങ്ങനെ തിരിച്ച് കാണിക്കുന്നില്ല. കുനിയടാ മൂന്ന് കാണിട്ട്. ഫ്രണ്ട്സിന് നാളെ പരീക്ഷ, അപ്പം പരീക്ഷ തുടങ്ങി. തിങ്കളാഴ്ച ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, പിന്നെ ഇനിയുള്ളത് വെള്ളിയാഴ്ചയാണ് പരീക്ഷ. അതുകൊണ്ട് ഇപ്പം പ്രിൻസ് നമുക്കിവിടെ കൂടെ ഉണ്ട്. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കായത്തിൻ്റെ മണം വരുന്നു സാമ്പാറിനകത്ത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വേവിച്ച് അരിഞ്ഞ് വെച്ച് നമ്മുടെ ഈ കപ്പയ്ക്കായിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇത് പക്ഷെ ഇച്ചിരിയേ ഉള്ളൂ ഇന്നേ. ഞാൻ എടുത്ത ഇല കുറഞ്ഞു പോയി, ആവി കയറിയപ്പോഴത്തേക്ക് ഇച്ചിരി കുറഞ്ഞു പോയി അതിൻ്റെ, അതുകൊണ്ട് അത് ഇത്തിരിയേ ഉള്ളൂ. സാധാരണ 2 കപ്പയില എടുത്തു കഴിഞ്ഞാൽ വലിയ, ഇന്ന് ഞാനെടുത്ത് ചെറുതാണ്, 2 വലിയ കപ്പയില എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഉണ്ടാവും. ഇതിപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ ഇന്ന് ഇല. പക്ഷേ സാധാരണ നമ്മളിവിടെ എടുക്കുമ്പം ഇഷ്ടം പോലെ തോരൻ വയ്ക്കും. 2 ഇല എടുക്കുമ്പം തന്നെ, വലിയ 2 ഇല എടുക്കുമ്പം തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രിൻസൊന്നും അധികം അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. ഇത് പ്രിൻസൊന്നും അധികം കഴിക്കുന്ന സാധനമല്ല, പക്ഷെ എന്നാലും ഞാൻ കഴിപ്പിക്കും, വഴക്ക് പറഞ്ഞ് ഞാൻ കഴിപ്പിക്കും. പ്രിൻസിയാണ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല. അവൾക്കാണെങ്കിൽ ചാറ് പോലും കൂട്ടില്ല. മീൻ ഇറച്ചി ഉണ്ടെങ്കിൽ അത് മാത്രം പറക്കി കഴിക്കും, അല്ലാതെ ഒന്നും കഴിക്കത്തില്ല. ചാറ് പോലും കൂട്ടത്തില്ല, പച്ചക്കറിയൊന്നും കൂട്ടത്തേ ഇല്ല. ഞാനതുകൊണ്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വഴക്കിട്ട് ദേഷിച്ച് കഴിപ്പിക്കും. എനിക്ക് ബോഡി പെയിൻ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ കാൽമുട്ടിനൊക്കെ വേദനയുണ്ട്, അതുകൊണ്ട് നിന്ന് ചെയ്യാനൊന്നും അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് ആവി കയറട്ടെ. ആവി കയറിയതിന് ശേഷം നമുക്ക് കാണാവേ. ഒരബദ്ധം പറ്റി കേട്ടോ. നമ്മളാണെങ്കിൽ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് തന്നെ ഗരം മസാലയും മുട്ടയും പൊട്ടിച്ചൊഴിച്ച്, പിന്നെ ശകലം ഉപ്പിട്ടിട്ടുണ്ട്, ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് സാമ്പാർ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് കുറച്ച് മുട്ട ഇട്ടു. ഇളക്കി മോനെ ഇളക്കി. നമ്മളിതിനകത്ത് കുറച്ച് മുട്ട ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നല്ലോണം ഇളക്കി, ഗരം മസാല, ഉപ്പ്, അങ്ങനെ നമ്മൾ അത് ഇത്രയും കൂടി ഇട്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. എൻ്റെ അസിസ്റ്റൻ്റ് ഇളക്കാം. അപ്പോൾ നല്ലതുപോലെ ചവിട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. മുട്ട ഇട്ടത് കൊണ്ട് പെട്ടെന്ന് ചവിട്ടി പിടിക്കുമല്ലോ. മതി മതി. നല്ല കായത്തിൻ്റെ വാസന നിനക്ക് വരുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കായത്തിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ മണവും ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ എനിക്ക് പീസെല്ലാം നല്ലോണം വെന്ത് ഉടയണം, എനിക്കെങ്കിലും ഒരു സാമ്പാർ കഴിക്കാൻ ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വേണ്ടേ, ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു വിസിലും കൂടി അടിച്ച് അതിന് നിർത്താം. അങ്ങനെ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കൈവളല്ലേ? അയ്യോ തെറിക്കുന്നു. നമ്മുടെ ഇടത്തെ കൈ കൊണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം തെറിക്കുന്നു.
ഇന്ന് നമ്മളിവിടെയെന്ന് വെച്ചാൽ നാസി ആണെങ്കിൽ കുറച്ച് ചൂരയും വങ്കടയും തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചൂര നമ്മളിന്ന് വറുത്ത് അതുപോലെ തന്നെ സാമ്പാറും വെച്ചിട്ട് നമ്മൾ കപ്പേല തോരനും വെച്ച് ഇന്നത്തെ ഇവിടുത്തെ ഊണ് അങ്ങനെയാണ്. അപ്പോൾ വേണ്ട നല്ല രീതിയിൽ തേങ്ങ നമ്മൾ ചതച്ച തേങ്ങയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇത് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ കയർപ്പൊക്കെ പോവും. കൊള്ളാം. ഉപ്പ് ഇച്ചിരി കൂടിയോ എന്നൊരു ഡൗട്ട്. ഉപ്പ് ഒരു ശകലം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഉപ്പ് ഒരു ശകലം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2-3 ടൈപ്പ് ചെയ്യും. ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ കട്ട് ചെയ്തിടും, അല്ലെങ്കിൽ വാഴയുടെ ആ തണ്ടിൻ്റെ സാധനം ഉണ്ടല്ലോ, വാഴത്തണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് അടച്ചു വയ്ക്കും. അപ്പം കുറച്ച് ഉപ്പ് അതിനകത്ത് പിടിക്കും. എന്നിട്ട് നമ്മൾ ആ വാഴത്തണ്ട് എടുത്ത് കളയും. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പം ഒന്ന് ബാലൻസ് ആവും, ഉപ്പിൻ്റെ ഇത് ഒന്ന് ബാലൻസ് ആവും. ഞാൻ ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. നല്ല പൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഇട്ട് വരയ്ക്കേണ്ട പോലെ നല്ല പൊളി ടേസ്റ്റ്. കപ്പയില തോരൻ സൂപ്പറായിട്ടുണ്ട്. നമുക്കിന്ന് ഡോറയ്ക്ക് കൊടുത്തിട്ട് ഡോറയോട് ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് ഡോറയ്ക്ക് കൊടുത്തിട്ട് ഡോറയുടെ അഭിപ്രായമൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, അന്ന് എനിക്ക് ഭയങ്കര തലയിറക്കമൊക്കെ വന്നിട്ട് നേരത്തെ കയറി കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഡോറയ്ക്ക് കൊടുത്തിട്ട് ഡോറയുടെ അഭിപ്രായം പറയുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ.